അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നമ്മുടെ കായബജിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ട്. നല്ല ഈസി റെസിപ്പിയാണ്, എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ഇത് നല്ല ചൂട് ചായൻ്റെ കൂടെ നല്ല ചൂടോട് കൂടിയിട്ട് ഈ ബജി മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ കഴിച്ചിരിക്കണം. നല്ല ടേസ്റ്റാണ് അല്ലേ. അയ്യോ, എന്താണ് നാട്ടിൽ പോയിട്ട് വേണം അത് കഴിക്കാൻ ഇങ്ങനെയൊക്കെ. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് കടലമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ 1.5 കപ്പ് കടലമാവിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ഇതിലേക്ക് വേണ്ടിയത് സാമ്പാറിൻ്റെ കായപ്പൊടിയില്ലേ അതൊരു 1/4 ടീസ്പൂണ്, പിന്നെ ബേക്കിംഗ് സോഡ ഒരു നുള്ള്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഈ മാവൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് വെള്ളം മിക്സ് ചെയ്യണത് ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അധികം കൊണ്ട് ലൂസാവാനും പാടില്ല, ഒരു തിക്നെസ്സോട് കൂടിയിട്ട് കുറച്ചൊരു ക്രീമി ആയിട്ടാണ് കേട്ടോ വേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഈ പച്ചക്കായ അതിൽ ഡിപ്പ് ചെയ്യുമ്പോൾ അത് കവർ ചെയ്തിട്ട് നിൽക്കുള്ളൂ. ഇങ്ങനെ ആവശ്യത്തിനായിട്ട് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ല പോലെ മസാല ഒക്കെ എല്ലെടുത്താവുന്ന രീതിയിൽ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഈ പരുവാണ് വേണ്ടത് കേട്ടോ മാവ്. ഇനി നമുക്ക് ഈ മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് പച്ചക്കായ എടുത്തിട്ട് തോല് കളയാം. ഞാനിവിടെ 2 പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. ഈ 2 പച്ചക്കായക്ക് ഈ 1.5 കപ്പ് കടലമാവ് കറക്റ്റാണ്, ഒരു തുള്ളി പോലും ബാക്കി വരില്ല. മാവൊന്ന് വേസ്റ്റ് ആവാണ്ടുള്ള അളവാണിത്. ഈ പച്ചക്കായ ഞാൻ കഴുകി വെച്ചതായിരുന്നു. ഇനി തോലൊക്കെ കളഞ്ഞിട്ട് നമ്മൾ പഴംപൊരിക്കൊക്കെ മുറിക്കുമല്ലോ അതേപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക. പിന്നെ കനം കുറച്ച് വേണം കേട്ടോ ഇത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഈ മാവ് കൊണ്ട് ഒരൈറ്റംസ് മാത്രമല്ല കേട്ടോ, നമുക്ക് വഴുതനങ്ങ പൊരിക്കുക, അതുപോലെ മധുരക്കിഴങ്ങ്, സവാള, പിന്നെ കപ്പ, കുറേ ഐറ്റംസ് പൊരിക്കുക കേട്ടോ ഈ മാവ് വെച്ചിട്ട് തന്നെ. പിന്നെ നമ്മൾ മുളക് ബജി ഉണ്ടാക്കുമ്പോൾ ഇതിൽ മുളക് പൊടി ഇടാണ്ടിരുന്നാൽ മതി. മുളക് ബജിയും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ് മാവ്. എല്ലാതും ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു കട്ടിംഗ് ബോർഡിലോ പ്ലേറ്റിലോ എല്ലാ പീസസും ഇങ്ങനെ വേറിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ പരത്തിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായിട്ട് വേണം അത് പൊരിക്കാൻ വേണ്ടിയിട്ട്. ഈ മാവിലേക്ക് ഓരോ പീസസ് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരു 3-4 പ്രാവശ്യമെങ്കിലും തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലും ഒരേപോലെ വേവായിട്ട് കിട്ടും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എത്രയോ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടോ, കുറേ സന്തോഷമായി കണ്ടപ്പോൾ. മർവൂസിൻ്റെ മൈലാഞ്ചി ഇടുന്ന വീഡിയോ നല്ല സന്തോഷമായി. ഇനിയും എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ സബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ് ചെയ്യണേ. പിന്നെ നിങ്ങളെ കുറവുകളുണ്ടെങ്കിലും അതുപോലെ നല്ലതാണെങ്കിലും ചീത്തതായാലും എല്ലാ അഭിപ്രായവും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കണ്ടില്ലേ, നല്ല ചൂടോടെ നല്ല ചൂട് ചായൻ്റെ കൂടെ കഴിക്കാൻ എന്ത് രസമല്ലേ. പിന്നെ ഇവിടെ ഇതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ, എനിക്കും ഇഷ്ടമാണ്. പിന്നെ മറവക്ക് ഇഷ്ടമല്ല കേട്ടോ, മറവക്ക് വലിയ താല്പര്യമില്ല. ഇതിപ്പോൾ തന്നെ ഞാൻ ഫോട്ടോക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുക വായിൽ വെക്കുന്ന പോലെ. മറവക്ക് വലിയ താല്പര്യമില്ല. പിന്നെ വലിയ ആൾക്കാർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ചായൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.